നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നാൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. യാത്രാ വീഡിയോ അല്ല, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ട്രിപ്പ് ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ ദുർഗാപൂരിൽ നിന്ന് പിന്നെ ട്രിച്ചിയിൽ നിന്ന് വന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നല്ലോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളിലൊക്കെ പലരും കമൻറ്റായിട്ട് പറയാറുണ്ട്, വണ്ടിയുടെ ട്രിപ്പ് കണക്കൊന്ന് കാണിക്കുമോ, കണക്കൊന്ന് എഴുതിയിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണക്ക് എഴുതിയിടാനുള്ള സാങ്കേതികമായിട്ട് തടസ്സം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഓർഡർ മേടിക്കണം, കാരണം അനുവാദം മേടിക്കണം. കാരണം നമുക്ക് ട്രാവൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആരുടെയും മേടിക്കേണ്ട അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കണക്ക് തരാമെന്ന് പറയുമ്പം അത് വണ്ടിയുടെ ഓണറോട് ചോദിക്കണം. ഞാനപ്പോൾ ഇന്നലെ ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഇട്ടോളാൻ പറഞ്ഞു. ഓർഡർ മറ്റേ ആളുടെ അണ്ണൻ്റെ ഭാഗത്ത് എനിക്ക് ഓർഡർ കിട്ടിയിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിന് മുന്നേ ഞാനൊരു കണക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യം കൊണ്ട് പോകുമ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രവിച്ചോറോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആദിദേവിയിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കാരണം തന്നെ, കാരണം എനിക്ക് ഈ മാസം നാട്ടിൽ നിൽക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള കാരണം ആണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വണ്ടി ലോഡ് കയറ്റി പഞ്ചാബിലേക്ക് പോയി ഇപ്പോൾ യാത്രയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും, എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക, കമൻറ്റുകളൊക്കെ ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഈ ട്രിപ്പ് ദുർഗാപൂർ പോയി വന്നല്ല, ബംഗ്ലാദേശ് പോയി വന്നതിൻ്റെ കണക്ക് നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ വണ്ടിയുടെ ട്രിപ്പിൻ്റെ കണക്ക്. കേട്ടോ, പാലാ ബംഗ്ലാദേശ് പോയത് 1,60,60,000 രൂപയ്ക്ക് പാലാ ടു ബംഗ്ലാദേശ് നമ്മുടെ വണ്ടി പോയത്. അവിടെ നിന്ന് തിരിച്ച് ദുർഗാപൂർ ടു ട്രിച്ചി വന്ന് 1,30,000 രൂപയ്ക്ക്. അപ്പോൾ ടോട്ടൽ വാടക 2,90,000 രൂപയ്ക്ക് വണ്ടി ഓടി. ഇതിൻ്റെ എക്സ്പെൻസാണ് ഇനി നമ്മൾ താഴെ കാണണം കേട്ടോ. RTO, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ RTO മൊത്തം ചിലവ് വന്നേക്കണം 4,500 രൂപ RTOയ്ക്ക് വന്നിട്ടുണ്ട്. പോലീസിന് 2,980 രൂപ പോലീസിന് മൊത്തം ചിലവ് വന്നു. ടോള് 36,000 രൂപ ടോളം ചെയ്ത് അണ്ണന. അതുപോലെ ഡീസൽ അടിച്ചത് അണ്ണനാട്ടോ. ഞാൻ ഡീസൽ അടിക്കാൻ ഞാനല്ല പൈസ കൊടുത്തത്. കാരണം നമ്മുടെ വണ്ടിയിൽ, അണ്ണൻ്റെ എല്ലാ വണ്ടിയിലും 2 കാർഡുണ്ട് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് റിലയൻസിൻ്റെ പമ്പ് തന്നിട്ടുള്ള കാർഡും ഉണ്ട്, പിന്നെ അണ്ണൻ്റെ ATM കാർഡും ഉണ്ട്. അപ്പോൾ അണ്ണൻ്റെ ATM കാർഡിലാണ് നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് നമ്മൾ അടിക്കുന്നത് ഭാരതിൻ്റെ പമ്പിൽ നിന്നാണ്. അപ്പോൾ ഭാരതിൻ്റെ പമ്പിൽ നിന്നും റിലയൻസിൻ്റെ പമ്പിൽ നിന്നും അടിക്കുക. അപ്പോൾ ഇത് രണ്ടും അണ്ണൻ്റെ കാർഡിന്. അപ്പോൾ ഞാനത് പറഞ്ഞോട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ 1,38,590 കണക്കിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൈസ ഞാനല്ല കൊടുത്തത്. പക്ഷേ നമ്മൾ ഈ ഡീസൽ അടിക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുത്ത് അണ്ണന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഫോട്ടോ ഇപ്പോൾ കണക്ക് കൂട്ടിയതാണ് 1,38,590 രൂപ വന്നത്. പിന്നെ ടോള് 36,000 രൂപ. അത് ടോള് റീചാർജ് ചെയ്യുന്ന അണ്ണൻ. അപ്പോൾ ഞാൻ അണ്ണനെ വിളിച്ച് വെച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ടോള് 36,000 രൂപയെന്ന് പറഞ്ഞു, അപ്പ് ആൻഡ് ഡൗൺ. അതാണ് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ 36,000 രൂപ. പിന്നെ ബംഗ്ലാദേശ് ബോർഡർ നമുക്ക് ചിലവ് 1,350 രൂപ ചിലവ് വന്നു. നമ്മളോട് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് കിടക്കുമ്പോൾ പാർട്ടി പറഞ്ഞു 1 രൂപ ചിലവില്ല, നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 1,350 രൂപ നമുക്ക് ചിലവായി. നമ്മുടെ ഒപ്പം വന്ന വണ്ടിക്ക് 8,500 രൂപ ചിലവായി. നമ്മുടെ മുന്നിൽ പോയ വണ്ടിക്കും അത്രയും പൈസ തന്നെ ചിലവായി. പക്ഷേ നമ്മളത്രയും നമുക്കറിയാവുന്ന കാരണം നമ്മളത്രയും ബലം പിടിച്ച് വർത്തമാനം പറഞ്ഞ കാരണം നമുക്ക് 1 രൂപ ചിലവില്ല എന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ പോയത്. പക്ഷേ 1,350 രൂപ നമുക്ക് ചിലവായി. പക്ഷേ 1,350 രൂപയിൽ 600 രൂപ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് എക്സിറ്റ് അടിച്ച് ഭാരതത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആ പേപ്പർ കിട്ടണം. ആ പേപ്പർ കിട്ടാൻ വേണ്ടി അവൻ കുറേ നേരം അവിടെ ഒന്ന് വെല്ലുവിളിച്ചവൻ, ഭീഷണിപ്പെടുത്തിയവൻ. പേപ്പർ പറഞ്ഞ് 2,000 വേണം, 3,000 വേണം. ലാസ്റ്റ് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം തമ്മിൽ ഇടപെട്ടവൻ എൻ്റെ കയ്യിൽ നിന്ന് 700 രൂപ മേടിച്ച് പേപ്പർ തന്നു. അപ്പോൾ പിന്നെ അവിടെ 20 രൂപ, 30 രൂപ അങ്ങനെയൊക്കെ ചെറിയ കുറേ പിരിവുണ്ട്. അങ്ങനെയാണ് 1,350 രൂപ വന്നത്. പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ വന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പണിയാണ്. 2,500 നമുക്ക് ഇലക്ട്രീഷ്യൻ വന്നു. അത് എന്താ വെച്ചാൽ അന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയപ്പം വന്ന് ചെയ്ത് അത് 1,000 രൂപ. പിന്നെ അന്ന് പാലത്തിൻ്റെ മുകളിൽ വണ്ടി ഫസ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നില്ലേ, അപ്പോൾ വന്ന് ചെയ്ത് 1,500 രൂപ. പിന്നെ രണ്ടാമത് നമ്മുടെ ദുർഗാപൂർ പാലത്തിൻ്റെ അടിയിൽ കംപ്ലൈൻ്റ് ആയപ്പോൾ അവർ വന്ന് ചെയ്തു. ആ പൈസ അങ്ങനെയെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 2,500 രൂപ വന്നത്. പിന്നെ മൊത്തം പാർക്കിങ് 900 രൂപ. പാർക്കിങ് എന്നാ വെച്ചാൽ ദുലാഗഡ് പാർക്കിങ്ങിൽ 170, 120, 340 രൂപയായി. പിന്നെ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ ദാബുകളിലൊക്കെ വണ്ടി നിർത്തുമല്ലോ, അവിടെയൊക്കെ കൊടുത്ത പൈസ. പിന്നെ നമ്മൾ ട്രിച്ചിയിൽ വന്ന് ലോഡറൊക്കെ നേരത്തെ റെയിൽവേക്കകത്ത് കയറിയപ്പോൾ അവിടെ ഒരു 150 രൂപ കൊടുത്തു. അങ്ങനെ മൊത്തം 900 രൂപ വന്നു. പിന്നെ ഗ്രീസ് 500 രൂപ. 500 രൂപ ഗ്രീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങോട്ട് പോയപ്പോഴും ഒരു ഫുൾ റൗണ്ട് ഗ്രീസ് അടിച്ചു 250 രൂപ, ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു ഫുൾ റൗണ്ട് ഗ്രീസ് അടിച്ചു. അങ്ങനെ 250, 500 രൂപ. പിന്നെ കൊറിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ നമ്മൾ കഴിഞ്ഞ ട്രിപ്പ്, അതായത് ഈ ട്രിപ്പിൻ്റെ അല്ല, കഴിഞ്ഞ ട്രിപ്പിൻ്റെ ലോഡ് ഇറക്കിയതിൻ്റെ റിസീവ്ഡ് ഞാൻ കൊറിയർ അയച്ചു കൊടുത്തതിൻ്റെയാണ് 210 രൂപ വന്നത്. പിന്നെ പഞ്ചർ 350 രൂപ.
350 രൂപ പഞ്ചർ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടി പഞ്ചറായപ്പോൾ അത് ഈ ട്രിപ്പ് ലോഡ് കയറ്റിയപ്പോഴാണ് പഞ്ചാബ് ലോഡ് കയറ്റിയപ്പോഴാണ് ആ ടയർ നിറച്ചത്. അപ്പോൾ അതിൻ്റെ ആണ് 350 രൂപ വന്നത്. പിന്നെ വന്നേക്കണത് ബിൽമാമൂല് 500 രൂപ. ബിൽമാമൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുർഗാപൂർ ലോഡ് കയറ്റിയപ്പോൾ നമുക്ക് 3 ബില്ലായിരുന്നു. അപ്പോൾ ആ 3 ബില്ലിന് അവിടെ 300 രൂപ മേടിച്ചു. അതേപോലെ തന്നെ ഇവിടെ പഞ്ചാബ് ലോഡ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ പോയ വണ്ടിയില്ലേ പോയ ട്രിപ്പിൻ്റെ ലോഡ് പഞ്ചാബ് ലോഡ് കയറ്റിയപ്പം 2 ബില്ലായിരുന്നു. അപ്പോൾ 200 രൂപ. അങ്ങനെ 300, 200, 500 രൂപ. പിന്നെ കൂലി 5700 രൂപ കൂലി വന്നു. 5700 രൂപ കൂലി വന്നു. ഈ 5700 വെച്ചാൽ നമുക്ക് ദുർഗാപൂരിൽ നിന്ന് ലോഡ് കയറ്റിയപ്പോൾ ഉള്ള കൂലിയും പിന്നെ ഇവിടെ ട്രിച്ചിയിൽ ലോഡ് ഇറക്കിയപ്പോൾ അത് ദുർഗാപൂരിൽ നിന്ന് ലോഡ് കയറ്റിയപ്പോഴല്ല ദുർഗാപൂരിൽ നിന്ന് ലോഡ് കയറ്റി അത് ട്രിച്ചിയിൽ ഇറക്കിയപ്പോഴുള്ള എൻ്റെ കൂലിയാണ് 5700 രൂപ. പിന്നെ ബത്ത പൈസ 34,800 രൂപ. ബത്ത പൈസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 12% ബത്ത. അതായത് നമ്മുടെ വണ്ടിയിൽ 12% ബത്ത. ടോട്ടലി 15% നമ്മുടെ വണ്ടിയിൽ. അതായത് പഴയ സിസ്റ്റം, പണ്ടത്തെ സിസ്റ്റമാണ്. പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, ആലപ്പാട്ട് ജോളി ടിമ്പേഴ്സ്, ശ്രീനാഥ് അങ്ങനെയൊക്കെ ഓടുന്ന സമയത്തുള്ളൊരു സിസ്റ്റം അങ്ങനെയായിരുന്നു. ആ സിസ്റ്റമാണ് ഈ ബത്ത 12%. അതായത് ഇതിൽ ടോട്ടൽ ബത്ത 15% ഉണ്ട്. 15%-ൽ 3% കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റുന്നിടത്ത കമ്മീഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ 3% കഴിച്ച് 12% നമുക്ക് ബത്ത കിട്ടുള്ളൂ. ഇപ്പോൾ അതേ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന ഒരേ ഒരു വണ്ടി തൃശ്ശൂരുള്ളത് ശ്രീനാഥ് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഓടണേ. 15%. അത് ലോഡ് കയറ്റുമ്പോൾ മൊത്തം 15% ബത്ത, പക്ഷേ കമ്മീഷൻ ഡ്രൈവർമാർ കൊടുക്കണം. അപ്പോൾ ഇതിൽ 34,800 വന്നതിൻ്റെ കാരണം എനിക്ക് മൊത്തം വാടകയിൽ 12% എനിക്ക് ബത്തയുള്ളൂ. കാരണം വണ്ടിയുടെ കമ്മീഷൻ 3% ഞാൻ കൊടുക്കണം. അപ്പോൾ 12%. പിന്നെ ഗൈഡ് 1,800 രൂപ. ഗൈഡ് 1,800 വെച്ചാൽ നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകാൻ വേണ്ടി ഗൈഡിനെ വിളിച്ചു പോയപ്പോൾ 1,200. പിന്നെ നമ്മൾ ദുർഗാപൂർ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഗൈഡിനെ വിളിച്ചു പോയി. അപ്പോൾ 600, അങ്ങനെ 1,800. അങ്ങനെ ടോട്ടൽ 2,30,650 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. ബാലൻസ് പൈസ 29,000 രൂപ. 2,90,000 രൂപ വണ്ടി ടോട്ടൽ വാടകയിൽ 2,30,650 രൂപ കഴിഞ്ഞാൽ 59,320 രൂപയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഈ ട്രിപ്പിൻ്റെ ബാലൻസ്. 59,320 രൂപയാണ് ബംഗ്ലാദേശ്, പാലാ ടു ബംഗ്ലാദേശ്, പിന്നെ ദുർഗാപൂർ ടു ട്രിച്ചി ഓടി വന്നപ്പം വണ്ടിയുടെ ബാലൻസാണ് 59,320 രൂപയാണ് വണ്ടിയുടെ ബാലൻസ്. എന്നാൽ നമ്മുടെ മുന്നിൽ പോയ വണ്ടികൾക്കൊന്നും, നമ്മുടെ മുന്നിൽ പോയ അണ്ണൻ വണ്ടിക്ക് ഇവിടെ ഒരു പാലയെന്ന് എറണാകുളത്തെ കോട്ടയത്തെങ്ങാട്ടുള്ള ഒരു വണ്ടി പോയി. ആ വണ്ടിക്കൊന്നും ഇത്രയും ബാലൻസ് ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ദൈവം സഹായിച്ച് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ റൂട്ടിൽ വർഷങ്ങളായിട്ട് ഓടിയിട്ടുള്ളത് കാരണം നമുക്ക് ഇത്രയും ബാലൻസ് വന്നിട്ടില്ല. ഇതാണ് വണ്ടിയുടെ ബാലൻസ്. 59,320 രൂപയാണ് ട്രിപ്പ് വണ്ടി ഓടി വന്നതിൻ്റെ ബാലൻസാണ്. 59,320 രൂപയാണ് വണ്ടി ഓടി വന്നതിൻ്റെ ഈ ട്രിപ്പിൻ്റെ ബാലൻസ്. ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് പോയി വരാൻ വേണ്ടിയിട്ടൊരു 13 ദിവസം നമ്മൾ പിടിച്ചു പോയി വരാൻ വേണ്ടി. സാധാരണ ഇത്രയും വരാറില്ല. കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് പോയപ്പം ഇത്ര ദിവസം നമുക്ക് വന്നില്ല. 8-8ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വന്നു. ഈ ട്രിപ്പ് നമുക്ക് 13 ദിവസം വന്നു. അതെന്നു വെച്ചാൽ നമ്മൾ ലോഡ് കയറ്റുന്നിടത്ത് നമ്മൾ 3 ദിവസം കിടന്നു. പിന്നെ ലോഡ് ഇറക്കാൻ വന്നിടത്ത് 2 ദിവസം കിടന്നു. ആ 5 ദിവസത്തെ ഡിഫറൻ്റാണ് വന്നത് കാരണമാണ് ഇത്രയും ഇത് വന്നത്. അപ്പോൾ ഈ 13 ദിവസം കൊണ്ട് വണ്ടി ഓടി വന്ന വണ്ടിയുടെ ബാലൻസാണ് 59,320 രൂപ. ഇതാണ് 14. പക്ഷേ ഇത് 14 വീൽ വണ്ടിനെ സംബന്ധിച്ചോളം പറഞ്ഞത് വലിയ ലാഭമൊന്നുമില്ല. കാരണം 14 ടയർ ഓടിയിട്ടാണ്. 14 ടയറിൽ 12 ടയർ ഓടിയിട്ടുള്ളൂ. 2 ടയർ ഒറീസയിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ. 14 ടയറും 2 ഒറീസയിൽ മാത്രമേ ഓടിയുള്ളൂ. കാരണം ഒറീസയിൽ നമ്മൾ വീണ്ടും പൊക്കി വെച്ചിട്ട് തന്നെ വണ്ടി ഓടിയത്. അപ്പോൾ ഇതാണ് ഈ ട്രിപ്പ് ഞാൻ പോയി വന്ന എൻ്റെ വണ്ടിയുടെ ബാലൻസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വരാം.